IFBയുടെ ഒരു പ്രീമിയം മോഡൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന നല്ലൊരു മോഡലാണ് എക്സിക്യൂട്ടീവ് ZBN. ഇതൊരു 3-in-1 മോഡലാണ്. 9 കിലോ ഡ്രസ്സ് നമുക്കിതിൽ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. 6 കിലോ ഡ്രസ്സ് നമുക്കിതിൽ 100% ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 3 കിലോ നമുക്കിതിൽ റിഫ്രഷ് ചെയ്യാനായിട്ടും സാധിക്കും. റിഫ്രഷ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത് കബോർഡിൽ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ അതെടുത്തിടുമ്പോൾ നമുക്കൊരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. അത് പിന്നെയും എടുത്ത് വാഷ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ. അത്തരം ഡ്രസ്സുകൾ ഈ ഒരു മോഡലിൽ റിഫ്രഷ് ചെയ്ത് സ്റ്റീം ഉപയോഗിച്ച് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 30 മിനിറ്റ് ആണ് അതിന് വേണ്ടി വരുന്ന സമയം. ഇനി മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്കാണ് മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4 വർഷം പ്രൊഡക്റ്റിന് ഫുൾ കവർ ആയിട്ടുള്ള വാറണ്ടി വരുന്നുണ്ട്. 10 വർഷം മോട്ടോർ വാറണ്ടി വരുന്നുണ്ട്. 10 വർഷം സ്പെയർ പാർട്ട് സപ്പോർട്ടും കമ്പനി കൊടുക്കുന്നുണ്ട്. മോട്ടർ എക്കോ ഇൻവെർട്ടർ BLDC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. സൈലന്റ് വർക്കിംഗ് ആണ്. വൈബ്രേഷനും കുറവായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഡ്രം വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചന്ദ്രക്കല ആകൃതി, ആ ഒരു ഡിസൈനാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ക്രസന്റ് മോൺ ഡ്രം എന്നാണ് ഈ ഒരു ഡിസൈന്, ഈ ഒരു ഡ്രമ്മിനെ പറയണത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിന് യാതൊരുവിധ ഡാമേജും വരാണ്ട് നല്ല വാഷിംഗ് ക്വാളിറ്റി കിട്ടാനും സഹായിക്കും. വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് 4 ഹൈലൈറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് ഓട്ടോ ഇംബാലൻസ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിൻ ചെയ്യുന്ന സമയത്ത് സാധാരണ വാഷിംഗ് മെഷീന് വൈബ്രേഷൻസ് കൂടുതലാണ്. അത് കുറയ്ക്കാനായിട്ട് ഡ്രമ്മിൻ്റെ മൂവ്മെൻറ്റിൽ വ്യത്യാസം വരുത്തി അത് കുറയ്ക്കാനായിട്ട് ഓട്ടോ ഇംബാലൻസ് സഹായിക്കും. രണ്ടാമത്തത് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. സ്റ്റെബിലൈസർ ഇല്ലെങ്കിൽ പോലും ഒരു ബേസിക് പ്രൊട്ടക്ഷൻ കമ്പനി ഈ ഒരു മോഡലിൽ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് ഓട്ടോ റീസ്റ്റാർട്ട്. ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം കറണ്ട് വരുമ്പോൾ എവിടെയാണോ സ്റ്റോപ്പ് ആയത് അവിടെ നിന്ന് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് തന്നെ റീസ്റ്റാർട്ട് ആകും. അതാണ് ഓട്ടോ റീസ്റ്റാർട്ട്. നാലാമത്തത് ഓട്ടോ ഡയഗ്നോസിസ്. വാഷിംഗ് മെഷീന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ എറർ കോഡ് കാണാനായിട്ട് സാധിക്കും. അത് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. AI സപ്പോർട്ടാണ് വാഷിങ്ങിൻ്റെ എല്ലാ ഘട്ടത്തിലും. 10 പ്രോഗ്രാംസ് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് ബൾക്കി. നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ഡ്രസ്സുകളെയാണ് ബൾക്കി ആയിട്ട് കണക്കാക്കുന്നത്. ഉദാഹരണം കർട്ടൻ, ബെഡ്ഷീറ്റ്, പുതപ്പ്. രണ്ടാമത്തത് മിക്സ് ഡെയിലി വാഷ്. അടുത്തത് കോട്ടൺ സിന്തറ്റിക് ഡ്രസ്സുകൾ. കാർഡിൽ വാഷ്. എംബ്രോയിഡറി വർക്കുള്ള കല്ലും മുത്തൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ വാഷ് ചെയ്യണത്. ഡ്രമ്മ് മൊത്തമായിട്ട് കറങ്ങുന്നതിന് പകരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി ഡ്രമ്മ് മൊത്തമായിട്ട് കറങ്ങുന്നതിന് പകരം ഒരു തൊട്ടിലാട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഡ്രസ്സ് വാഷ് ചെയ്യണത്. വാഷ് പ്ലസ് ഡ്രൈ 2 അവർ. 2 മണിക്കൂറാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വരുന്ന സമയം. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ 100% ഡ്രൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അയൺ ഡ്രൈ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഹാഫ് ലോഡ് മാത്രമേ ഇതിൽ നമുക്ക് ഇടാൻ പാടുള്ളൂ. വാഷ് പ്ലസ് ഡ്രൈ 4 അവർ. 4 മണിക്കൂറാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വരുന്ന സമയം. 100% ഡ്രൈ ആയിരിക്കും. കബോർഡ് ഡ്രൈ എന്നാണ് പറയണത്. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് നേരെ കബോർഡിലെടുത്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. 6 കിലോ താഴെ ഡ്രസ്സ് മാത്രമേ നമുക്കിതിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഇടാനായിട്ട് പാടുള്ളൂ. പിൻ ഡ്രൈ. ഇതൊരു ഫുൾ വാഷ് പ്രോഗ്രാം അല്ല. ഓൾറെഡി വാഷ് ചെയ്തിരിക്കുന്ന ഡ്രസ്സുകൾ വെള്ളം കളയാനും ഡ്രൈ ചെയ്യാനുമുള്ള പ്രോഗ്രാമാണ്. എക്സ്പ്രസ് 15 മിനിറ്റ് കൊണ്ട് നമുക്കിതിൽ ഫുൾ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും അഴുക്ക് കുറഞ്ഞ ഡ്രസ്സ് വേണം നമ്മളിതിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഇടാനായിട്ട്. റിഫ്രഷ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ പിന്നെ വാഷ് ചെയ്യുന്നതിന് പകരം സ്റ്റീം ഉപയോഗിച്ച് നമുക്ക് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 3 കിലോയാണ് അതിന് വേണ്ടി വരുന്ന കപ്പാസിറ്റി. 30 മിനിറ്റ് അതിന് വേണ്ടി വരുന്ന സമയം വരുന്നത്. ലിക്വിഡ് പെർഫ്യൂംസ് നമുക്ക് സ്മെല്ലിന് വേണ്ടി ഈ ഒരു പ്രോഗ്രാമിൽ ആഡ് ചെയ്യാനായിട്ടും സാധിക്കും. വൈഫൈ വരുന്ന മോഡലാണ്. MyIFB ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്പ്ലേയിൽ ഇല്ലാത്ത വാഷ് പ്രോഗ്രാംസ് വരെ നമുക്ക് ആ ഒരു ആപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ എക്സ്പ്രസ് 15 വരുന്നുണ്ട്. നമുക്ക് ആപ്പിൽ എക്സ്പ്രസ് 13 വരുന്നുണ്ട്. 30 മിനിറ്റ് വാഷ് പ്രോഗ്രാം വരുന്നുണ്ട്. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കില്ല. ആപ്പ് വഴി നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ടും ആ പ്രോഗ്രാം കൊടുക്കാനായിട്ടും സാധിക്കും. അത്തരത്തിൽ 6 പ്രോഗ്രാംസ് നമുക്ക് ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അക്വ എനർജി. വെള്ളത്തിന് കട്ടിപ്പുണ്ടെങ്കിൽ ആ കട്ടിപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അഡീഷണൽ ഫിൽറ്റർ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിൽറ്റർ മാറ്റേണ്ട ആവശ്യവും വരുന്നില്ല. 9 സിറിൽ വാഷ്. 9 രീതിയിൽ ഡ്രമ്മ് മൂവ് ചെയ്യും. ഡ്രസ്സ് ഒരേപോലെ അതുകൊണ്ട് തന്നെ ക്ലീൻ ആകും. ഡാമേജും കുറവായിരിക്കും.
2x പവർ സ്റ്റീം. വാഷിങ്ങിൽ 2 തവണ സ്റ്റീം ചെയ്യും, വാഷിങ്ങിൻ്റെ ആദ്യത്തിലും വാഷിങ്ങിൻ്റെ അവസാനത്തിലും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷിംഗ് ക്വാളിറ്റി നമുക്ക് ലഭിക്കും, ചുളിവുകൾ കുറവായിരിക്കും, ഹൈജീനിക് ആയിരിക്കും. IFBയുടെ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വേണം, അതിന് അത്യാവശ്യം നല്ല കപ്പാസിറ്റി വേണം, 100% ഡ്രൈ വേണം, AI ഫീച്ചേഴ്സും പുതിയ ഓപ്ഷൻസും ഉള്ള മോഡലായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന നല്ലൊരു മോഡലാണ് എക്സിക്യൂട്ടീവ് ZBN. 54,900 ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത്. വാറണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, 4 വർഷം ഫുൾ വാറണ്ടിയും 10 വർഷം മോട്ടോർ വാറണ്ടിയും 10 വർഷം സ്പെയർ പാർട്സും സപ്പോർട്ടും ഈ ഒരു മോഡലിന് കമ്പനി കൊടുക്കുന്നുണ്ട്.